നമുക്കിന്ന് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ മാങ്ങാക്കാലമായാലും മാത്രമേ ഈ ഒരു കറി ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഇവിടെ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നാടൻ മാങ്ങയാണ്. നല്ല സ്മെല്ലാണ് ഈ ഒരു മാങ്ങയ്ക്ക്, പഴുത്ത മാങ്ങയ്ക്ക്. നമുക്കിത് നമ്മളെ മേമ തന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. നല്ല ദശയും നല്ല മധുരമുള്ള ഏത് മാമ്പഴം എടുത്തിട്ട് വേണം നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. ഈ നാടൻ മാങ്ങ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വാസനയാണല്ലോ. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നാടൻ മാങ്ങ വെച്ചിട്ടാണ് ഈ മാമ്പഴ പുളിശ്ശേരി കൂടുതലും തയ്യാറാക്കാറ്. അപ്പോൾ ഇത് മാങ്ങയെല്ലാം നമ്മൾ തൊലി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാചകം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണിന് മുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്കിതിൽ അധികം ചേരുവകളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇനി കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ മാമ്പഴം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 6 മാമ്പഴം എടുത്തിട്ടുള്ളത്. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് എത്ര മാമ്പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു ചെറിയ പീസ് ശർക്കര ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പിനായിട്ട് നമ്മൾ 2 പിടി തേങ്ങയും കുറച്ച് ചെറിയ ജീരകം 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഈ അരപ്പാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. തൈര് ചേർത്ത് അരയ്ക്കുമ്പോൾ തന്നെ നമുക്കതൊരു പാകമായിട്ട് കിട്ടും. ഇനി നമ്മൾ ആ അരപ്പ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കൂടുതലായിട്ട് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു തള വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മളെ കറി പാകമായി വന്നിട്ടുണ്ട്. നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് നാടൻ മാങ്ങ എടുത്തത് കാരണം തന്നെ അതിൻ്റെ ഒരു നല്ല വാസന നമുക്ക് കറിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറവ് ചേർക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കടുകും കുറച്ച് ഉലുവ അതുപോലെ കറിവേപ്പില വറ്റൽമുളക് ഇത് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇതിലേക്ക് വറവ് ചേർക്കുന്നത് നെയ്യിലാണെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവുന്നൊരു കറിയാട്ടോ അത്. അവർക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവർക്കിത് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്